ഇന്ന് നമുക്കൊരു നാടൻ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നമുക്ക് നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇഞ്ചി ചതച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതുമാതിരി തന്നെ വെളുത്തുള്ളി ഒരു 8-10 അല്ലി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതുമാതിരി തന്നെ ഒരു 3 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് അതൊന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് പച്ചമണം മാറി വരുമ്പോൾ നമുക്കതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 4 സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടിയും ചേർത്തിട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി സവാളയൊക്കെ ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്കതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുമാതിരി തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും ഇതിൻ്റെ കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ പോണ വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഇതിലോട്ട് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിലൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഞണ്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഞണ്ട് ഒരു 600-650 ഗ്രാം ഉണ്ടാവും ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റ്. ഞണ്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്നിട്ട് ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. ഞണ്ട് നന്നായിട്ട് കുക്കായി വരുന്നവരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഞാനിപ്പോൾ ഒരു മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഞണ്ടെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലത്തെ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഇങ്ങനെ തന്നെ കറിയായിട്ട് കഴിച്ചാലും കുഴപ്പമില്ല. എന്നാലും നമുക്ക് നല്ല റോസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലുള്ള വെള്ളം കൂടുതലുള്ളത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അവസാനമായിട്ട് 1 ടീസ്പൂൺ പെപ്പർ പൊടി ചേർത്ത് കൊടുക്കാം. അതുമാതിരി തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നല്ല നാടൻ ഞണ്ട് റോസ്റ്റ് ഇവിടെ അടിപൊളി ടേസ്റ്റിൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി തൃശ്ശൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.